വിശിഷ്ട വ്യക്തികൾ, അങ്ങനെ ബോളിവുഡിലെ താരങ്ങൾ എൻ ജനാവലിയെ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹായുധി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. ഈ വകുപ്പുകളുടെ കാര്യത്തിൽ, ആഭ്യന്തരമടക്കമുള്ള കാര്യത്തിൽ എന്താണ് ധാരണ? മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും പിന്നാലെ ഏക്നാഥ് ഷിൻഡെയും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസ് അദ്ദേഹത്തിൻ്റെ സാധാരണ പൊതുവിടത്ത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം യഥാർത്ഥത്തിൽ ദേവേന്ദ്ര ഗംഗാധർ റാവു ഫഡ്നാവിസ് എന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് സരിത എന്നത് കൂടി ചേർത്താണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചത്. ദേവേന്ദ്ര സരിത തായ് ഗംഗാധർ റാവു ഫഡ്നാവിസ് എന്ന ഞാൻ सत्यप्रतिज्ञा मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व विवेक बुद्धीने पार पाडीन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी निर्भयपणे व निपक्षपातीपणे तसेच कोणाच्याही विषयी महत्वभाव किंवा आकस न बाळगता न्याय वागणूक देईल. मी अजित आशाताई अनंतराव पवार गांभीर्यपूर्वक प्रतिज्ञा करतो की महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणती बाब असा उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. അജിത് പവാറും ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മന്ത്രിസഭയിൽ 2 ഉപമുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഒപ്പം NCP അജിത് പവാർ ഉപമുഖ്യമന്ത്രി, അങ്ങനെ 2 ഉപമുഖ്യമന്ത്രിമാർ മഹാരാഷ്ട്ര സർക്കാരിൽ, NDA സർക്കാരിൽ, മഹായുതി സർക്കാരിൽ 2 ഉപമുഖ്യമന്ത്രിമാർ. ഇന്നലെ തന്നെ 3 പേരുടെയും ഒരു യോഗത്തിന് ശേഷം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, ഗവർണറെ കണ്ട ശേഷം സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച ശേഷമൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ചേർന്ന് ഭരണം നിർവഹിക്കുമെന്നതായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ഇന്നലെ വന്ന പ്രതികരണം. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, 2 ഉപമുഖ്യമന്ത്രിമാർ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മന്ത്രിസഭയിൽ. ഈ വകുപ്പുകളുടെ കാര്യത്തിലെ ധാരണ അതെങ്ങനെയാണ്? അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായും ഇനിയിപ്പോഴുള്ള പ്രധാനപ്പെട്ട ചർച്ച വകുപ്പുകളുടെ കാര്യത്തിൽ തന്നെയാണ്. ഒരു തർക്കം അവിടെ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. അല്പസമയം മുമ്പ് ശിവസേന നേതാവായ സഞ്ജയ് ശിർഷത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യമായാലും മറ്റു വകുപ്പുകളുടെ കാര്യമായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഏക്നാഥ് ഷിൻഡെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും എന്നതാണ്. അതായത് ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞാലും മുംബൈയിൽ രാഷ്ട്രീയ ചർച്ചകൾ വലിയ തോതിൽ തന്നെ നടക്കാൻ പോകുന്നു എന്നതാണ്. മന്ത്രിസഭാ വികസനം, ഈ 3 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി ശേഷിക്കുന്നത് ആകെ 40 പേർക്ക് കൂടി സത്യപ്രതിജ്ഞ ചെയ്യാം. 43 മന്ത്രിസഭയിൽ പരമാവധി അംഗബലമുള്ളത്. ആ 40 പേരെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് ഏതൊക്കെ വകുപ്പ് എന്നത് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ടൊരു ധാരണ ഈ 3 മന്ത്രിമാർക്കിടയിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഉപമുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാർ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഏക്നാഥ് ഷിൻഡെയും ഒപ്പം അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇനി വകുപ്പുകളുടെ കാര്യത്തിലാണ് ആഭ്യന്തര മാർക്ക് കിട്ടും. അത് ദേവേന്ദ്ര ഫഡ്നാവിസിനാണോ അതല്ല ഏക്നാഥ് ഷിൻഡെയ്ക്ക് ആഭ്യന്തരം ലഭിക്കുമെന്ന് അടക്കമുള്ള രാഷ്ട്രീയ ആകാംക്ഷ മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്നില്ല. ചർച്ചകൾ തുടരുകയും ചെയ്യും.